ഹായ്, ഇന്ന് നമ്മൾ ഒരു കൈപ്പയ്ക്ക തേങ്ങാപ്പാൽ ഒഴിച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കൈപ്പയ്ക്ക രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, എരിവിന് ആവശ്യത്തിന് ഒരു 6-7 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം നമ്മൾ നീളനെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ 2-ാം പാലും 1-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കൈപ്പയ്ക്കയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് കൂട്ടി തിരുമ്മി വയ്ക്കുക. കൂട്ടാൻ വേണ്ട പുളിക്കായിട്ട് കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. ഒരു 3 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നീളനെ കീറി അതും ഇട്ട് കൊടുക്കുക. അതിൻ്റെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ്. 2-ാം പാൽ ഒഴിച്ച് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. കൈപ്പയ്ക്കയും തക്കാളിയും സവോളയൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടണം വരെ വെയിറ്റ് ചെയ്യാം. ഇതപ്പോൾ കൈപ്പയ്ക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് പുളി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുടംപുളിയുടെ 1-2 കഷ്ണം നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. 1-ാം പാൽ ഒഴിച്ച് നമുക്ക് വേഗം തന്നെ തീ ഓഫ് ചെയ്യാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ചിട്ടാണ്. അപ്പോൾ ഉള്ളി വെളിച്ചെണ്ണയിൽ നന്നായി മൊരിയിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലിൽ കിടന്ന് വേവണോണ്ട് തന്നെ കയ്പ്പൊക്കെ ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.